തൃശൂരിൽ തീവ്ര ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന് സാഹിത്യോത്സവം നടത്താൻ സർക്കാർ സ്കൂൾ വിട്ടു നൽകി. മാള അന്നമനട ഗവൺമെന്റ് UP സ്കൂളാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന് 2 ദിവസം വിട്ടു നൽകിയത്. ജൂൺ 20-21 തീയതികളിലാണ് SSFന് സ്കൂൾ വിട്ടു നൽകിയത്. എന്നാൽ സംഘടനകളുടെ പരിപാടിക്ക് സ്കൂൾ വിട്ടു നൽകാൻ അനുമതി നൽകിയില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത്. അന്നമനട ഗവൺമെന്റ് UP സ്കൂളാണ് തീവ്ര ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമായ SSFന് വിട്ടു നൽകിയത്. ജൂൺ 20-21 തീയതികളിലായിരുന്നു സാഹിത്യോത്സവം എന്ന് പേരിട്ട ഒത്തുചേരൽ അന്നമനട സ്കൂളിൽ നടത്തിയത്. സർക്കാർ വിദ്യാലയം സംഘടനകളുടെ പരിപാടികൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന ചട്ടം മറികടന്നാണ് വിദ്യാലയം SSFന് വിട്ടു നൽകിയത്. സംഘടനകളുടെ പരിപാടികൾക്ക് വിദ്യാലയം വിട്ടു നൽകാൻ താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് അന്നമനട പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന വിഷയത്തിൽ തനിക്ക് വ്യക്തതയില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. SSFന് പരിപാടി നടത്താൻ സ്കൂൾ വിട്ടു നൽകാൻ പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നു എന്നാണ് പ്രധാന അധ്യാപിക സൈന ബഷീറിന്റെ വിശദീകരണം. അതേസമയം തീവ്ര സ്വഭാവമുള്ള സംഘടനകൾക്ക് സ്കൂളുകൾ വിട്ടു നൽകുന്നത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നുവെന്ന് BJP ആരോപിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തീവ്ര സംഘടനകളടക്കം സർക്കാർ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാലയങ്ങൾ പോലും ഇത്തരം സംഘടനകളുടെ പരിപാടികൾക്ക് വിട്ടു നൽകുന്നതെന്നും BJP ആരോപിച്ചു. വിദ്യാലയം SSFന് വിട്ടു നൽകിയ നടപടിക്കെതിരെ പ്രതിഷേധ മാർച്ചുകൾ അടക്കം സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുമുണ്ട്. ജനം, തൃശൂർ.